ഹലോ ഗൈസ്, അങ്ങനെ വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് നമ്മുടെ വ്ളോഗ് ആദ്യമായിട്ട് ഞാൻ 17 Pro Maxൽ ഷൂട്ട് ചെയ്യണം ഗൈസ്. അപ്പം ഇന്നത്തെ വ്ളോഗിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. 16 Pro Max ആയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ പഴയ വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നിമിഷ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ദുബായിലെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പുള്ളിക്കാരി നാട്ടിൽ വന്നിട്ടുണ്ട്. സോ അവളെ കാണാൻ പോകണം ഗൈസ്. ഭയങ്കര ബിസിയാണ്. അപ്പം എന്തോ ഷൂട്ടിൻ്റെ എന്തോ പരിപാടിയിൽ വന്നിട്ടുണ്ട് നാട്ടിൽ. ഇത് എന്താ പറയുക, കാസ്റ്റിംഗ് മാനേജർ കം പ്രൊഡക്ഷനിലും എല്ലാത്തിലും ഉള്ളതാണ്. അപ്പം കിട്ടാൻ ഭയങ്കര പാടാണ് കാണാനായിട്ട്. അപ്പം ഇന്നെന്തോ കുറച്ച് സമയം അവർക്ക് ബാക്കി കിട്ടിയത് കൊണ്ട് ഇന്ന് നേരെ ഷൂട്ട് ലൊക്കേഷനിൽ പോവാണ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ച് പോയി കണ്ടേക്കാം. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ ഒരു ഷൂട്ടൊക്കെ ചെയ്തായിരുന്നു. എൻ്റെ വ്ളോഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ഫോണിൻ്റെ റിവ്യൂ പുള്ളിക്കാരി വെച്ചാണ് ചെയ്തത്. അപ്പം ഈ പ്രാവശ്യം സമയമൊന്നുമില്ല ഷൂട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എൻ്റെ സ്ഥിരം മോഡലാണ്, എൻ്റെ ആദ്യത്തെ മോഡലാണ് അവൾ. ഫാഷൻ ഷൂട്ട്സൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ പഴയ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, അവളെ വെച്ചാണ് ഞാൻ തുടങ്ങിയത്. നല്ല ഐശ്വര്യമായിരുന്നു ഗൈസ്. അത് തുടങ്ങിയതോടെ ഞാൻ ഫോട്ടോഗ്രാഫറായി. ഇപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാൻ ഗൈസ്. അപ്പോൾ വ്ളോഗ് സെറ്റായാലും അപ്പം എന്തായാലും പോയി പിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചു, എനിക്കിനി കഴിക്കാനുള്ള ശേഷിയില്ല. പക്ഷേ നോക്കാം എങ്ങോട്ടാണ് പോകുന്നതെന്നനുസരിച്ചിരിക്കും. ലൈറ്റായിട്ട് വല്ലതും കഴിക്കാൻ നോക്കാം. ലഞ്ച് ഞാൻ എണീച്ചപ്പോൾ തന്നെ 12 മണിയായി. അപ്പോൾ ബ്രഞ്ച് കഴിച്ചിട്ട് വീട്ടിൽ അപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത്. അതും കഴിച്ചിട്ട് ഇനിയിപ്പം അവളെ കാണാൻ പോകുമ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിക്കണമല്ലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാൻ നോക്കാം ഗൈസ്. എന്തായാലും മനുഷ്യന് വിശപ്പൂലിരിക്കും. നോക്കാം, അവളെ പോയി പിക്കാൻ ഗൈസ്. അപ്പം ശരി, കാണാം, ബൈ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏതോ നിറച്ചും ഫ്ലാറ്റുകളുള്ളൊരു ഏരിയയിലാണ് എത്തിയിരിക്കുന്നത്. ഫോൺ ഫുൾ ടൈം ഫോണാണ് കേട്ടോ ഗൈസ്. അയ്യ തിരിച്ചെന്താണ് എന്താണ് ഒരാളെ കാണാൻ വരുമ്പോഴും ഫോണിലാണല്ലോ മൊത്ത സമയം. I'm talking to my chechi, okay? I met Sanu and I think he's filming me in his new iPhone, that orange 3. That orange 3 and the 17 Pro Max. Alla, I don't know why I said the word 3. Adanna 17 orange Pro. 3 Okay. ഓക്കെ ഗൈസ്, ചേച്ചിയായിട്ട് സ്കർത്തിക്കട്ടെ. വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വീണ്ടും ഇൻട്രൊഡക്ഷൻ ഫിൽം ചെയ്യാണോ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? പിന്നെ ഇൻട്രൊഡക്ഷൻ വാട്ട്? അതാ ചോദിക്കേണ്ടവരടുത്ത് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. എന്റെ കുഴപ്പമില്ല, ഫുൾ ടൈം ക്യാമറ ഫ്രണ്ട് എടുക്കുന്ന നിന്റെ അടുത്ത് എന്താണ് ചോദിക്കുന്നത്? I was not prepared for this. See how busy I am. Now I'm getting another work call. എന്റെ ദൈവമേ ഗൈസ്, ഞാൻ വിളിക്കാം. എവിടെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് വരാം. Are you treating me? നീ തന്നെ വെച്ചോ. എന്നെ എന്തിനാണ് ട്രീറ്റ് ചെയ്യണം ദുബൈക്കാരി? ഞാൻ നാട്ടിലെ പിച്ചക്കാരിയായി. When I'm in Kerala, I'm Kerala Kari. Okay, I live like Kerala. Oh, I see. When I'm in Dubai, also I'm a Kerala Kari who lives like a Keralite in Dubai. What makes you think I have a high lifestyle? I don't. ഒന്നുമില്ല ഗൈസ്, ഭയങ്കര പണച്ചാക്കാണ്. ഈ പണൊക്കെ എവിടെയാന്ന് എനിക്ക് പറഞ്ഞുതരുമോ? എനിക്ക് സ്വന്തം കുഴിച്ചെടുക്കാനാ. കാശ് കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന ആളാണ്. കണ്ണ് ചെറിയ പ്രായത്തിൽ ബിസിനസ് മാഗ്നറ്റ് ആയിട്ട് പണ്ടേ എനിക്ക് തോന്നുന്നു നമ്മള് വെച്ച് നടന്ന സമയത്തെ അറിയാൻ തോന്നുന്നു. ദുബായിൽ വെച്ച് അന്നേ പറയാൻ ബിസിനസ്സുകാരിയാവുന്ന പറഞ്ഞ പോലെ ചെയ്ത് അതേപോലെ പറഞ്ഞ വാക്കിന് വിലയുള്ള ഒരാളാണ്. ഉറപ്പായിട്ടും. അതെ, പക്ഷെ കണ്ണ് മഞ്ഞൾ ബിസിനസ് മാഗ്നറ്റ് ഉണ്ടാക്കിയ പൈസയൊക്കെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം. That's what everybody asks me. For a person who works like this, where is all the money? ദുബായിൽ നിന്റെ ഒരു നാരങ്ങ ഉണ്ടായെങ്കിലും വാങ്ങിച്ചോണ്ട് ബിസിനസ് മാഗ്നറ്റ്. എടാ, ഞാൻ നിനക്ക് എന്തൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്? ഞാൻ ലിറ്റിൽ സോയിൽ കൊണ്ടുപോയി. നീ ദുബായിന്ന് എന്തുകൊണ്ടെന്നാണ് വെച്ചത്? ദുബായിന്ന് ഞാൻ എന്റെ ഡ്രസ് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. ഇതാണ് ഗൈസ് ഇത്രയും നല്ല സ്മോൾ ലഗേജ് ടു ക്യാരി ആൻഡ് ദെൻ ഐ വുഡ് ഹാവ് ലൈക്ക് 1 month 2 month വർക്ക്. അപ്പൊ അതിൽ എന്റെ ഡ്രസ് ഇടുമ്പോ തന്നെ പെട്ടി ഫുള്ളാവും. ഞാൻ ഇവിടുന്ന് എന്ത് വേണേലും മേടിച്ചുതരാം. ദുബായ് എന്നുള്ള സാധനങ്ങൾ ദുബായ് next time when I come from Dubai there will be stuff for you. നിന്റെ അടുത്ത് കഴിഞ്ഞ ഞാൻ ഷൂസിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടാ? ഓഹോ, ചെറിയ സാധനങ്ങളോ? ഞാൻ വിചാരിച്ചു വല്ല മിഠായിയോ വല്ല പാൽപ്പൊടിയോ വല്ല ഡേറ്റ്സോ വല്ല നട്ട്സോ. ഇതൊക്കെയല്ലേ ദുബായിൽ നിന്ന് വരുന്നവരോട് ചോദിക്കുന്നത്. ഇതുപോലത്തെ ഗതികെട്ട ദുബായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബ്രൂട്ട് പെർഫ്യൂം ഒന്നുമില്ല. ഇതുപോലത്തെ ഗതികെട്ട ദുബായ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. മോട്ടിവേറ്റ് ചെയ്ത് ലുക്ക് വേർ യു റീച്ച്ഡ്. ഫ്രണ്ട്സിന്റെ കാര്യമൊന്നും നമ്മളൊന്നും പറയരുത് ഗൈസ്. അവർക്ക് സെലിബ്രിറ്റി ഫ്രണ്ട്സിന് മാത്രം വിലയുള്ള ആൾക്കാരുണ്ട്. ഞാൻ സെലിബ്രിറ്റി ഒന്നല്ല ഗൈസ്. ചിലർ എന്നെ ഇങ്ങനെ സെലിബ്രിറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷെ
Of course you're a ഞാൻ ഒരു celebrity. ആംഗിളിലും സെലിബ്രിറ്റി അല്ല. For Sanu to click someone's photograph, Oh, it is such a big deal. അത് ഞാൻ ഫോട്ടോഗ്രാഫർ അല്ലേ, ഞാൻ സെലിബ്രിറ്റി ഒന്നുമല്ല, ഞാൻ That's സെലിബ്രിറ്റികളെ ഫോട്ടോഗ്രാഫർ. what we call celebrity photographers. They just don't click anybody, you know. Something like that. You need to like cross certain മാനദണ്ഡങ്ങൾ ഞാൻ എല്ലാ for സെലിബ്രിറ്റികളും certain moment. എടുക്കാറില്ലല്ലോ. ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സെലിബ്രിറ്റികളെ എടുക്കാറുള്ളൂ. അപ്പോഴും ഞാൻ സെലിബ്രിറ്റി എന്നുള്ള രീതിയിലല്ല അവരെടുക്കുന്നത്. അതാണ് നമ്മൾ എന്റെ ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ല. It is so strange that all your friends are celebrities. അതെനിക്ക് അറിഞ്ഞൂടാ. വളരെ കുറച്ച് വളരെ Celebrities friends ഒന്നല്ല. ചെറിയ കുറച്ച് പേര്. That is very strange equation. നമ്മൾ ഫുഡ് കഴിക്കാനല്ല ഇറങ്ങി, നമ്മൾ സെലിബ്രിറ്റികളെ കാര്യം പറയുന്നത്. ഓക്കെ ഗൈസ്, Tumble dry is pretty good. ടംബിൾ ട്രൈ ചെയ്യാം. I mean, those guys, they're expensive, but ഫുഡിന്റെ very convenient. ഡ്രൈ ക്ലീനിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഫുഡ് എവിടുന്ന് കഴിക്കും? കോസ് കഫേ പോയാലോ? കോസ് കഫേയില് പോവാം. ആയ തന്നില്ലെങ്കിൽ ഞാൻ അവരെ കൊല്ലും. വ്ളോഗ് നിന്നെ തന്നെ നിന്നെ കാണാൻ. But it's sad that I can't see my face, and it's also sad that I'm not dressed today. I didn't sign up for this. You didn't tell me you were gonna film. The cool phone, no? Yes, of course. So it's worth upgrading to this, അല്ലേ? വീഡിയോ ഇംപ്രൂവ്ഡ് ആണ്. Okay. ഫ്രണ്ട് ക്യാമറയിലും ചെയ്യാൻ പറ്റുള്ളൂ. The color is also sexy, no? Yes, of course. അതല്ലേ അടുത്ത എല്ലാരും സിൽവർ എന്ന് പറഞ്ഞതാ. പക്ഷെ ഞാൻ ഓറഞ്ച്. ഇതിനിപ്പോ ഇവിടെ നാട്ടിലെത്ര? ഇതെനിക്ക് തോന്നുന്നു 149 സംതിങ്. ഓ അത്രയുണ്ടല്ലേ. സെയിം. അവിടെ ലാഭമല്ലേ? 6K 7K അടുത്തല്ലേ അവിടെ വരിക? I think so. 7K. I have memory issues. I know you can like transfer to iOS and all that, but എനിക്ക് അതൊക്കെ ചെയ്യാനുള്ള ക്ഷമയില്ല. So I would have to go for 1 TB or something in case I'm buying this. Oh, I didn't get my shade. കമ്പം പിടിച്ച് നടക്കുന്ന നോക്കിയേ ഗൈസ്, ഒരു വ്ളോഗർ ആക്കാനുള്ള ശ്രമം. നീ വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ദുബായിൽ. You are the vlogger. I don't vlog like this. നീ എങ്ങനെയാ വ്ളോഗ് ചെയ്യുന്നത്? എടാ ഇതില് ഫ്രണ്ട് ക്യാമറയിലും ചെയ്യാൻ പറ്റും. I have people taking my video and that's how I vlog. അങ്ങനെ കാണിക്കാം, കുഴപ്പമില്ല. യെസ്, വെൽക്കം ടു മൈ വ്ളോഗ്. എവിടെ ഇരിക്കും? വെളിയിൽ ആൾക്കാരുണ്ടോ? വെളിയിരുന്നാണോ? അവിടെ ഇരിക്കാം. തറവാടി സിയർ ഇതാകുമ്പം വേറെ ആരെയും കിട്ടത്തില്ലല്ലോ. മനസ്സിലായി? കോഫി പറയാല്ലേ, ചായ മറന്നിട്ട്. ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ് കോസ് കഫേയില്. ചായക്കട നാടൻ അടിച്ച ചായ. നാടൻ അടിച്ച ചായ നമുക്ക് ചായക്കടയിൽ പോയി കുടിക്കാം. ഇതൊന്നും ഒരു സ്ഥലമുണ്ട്, നോക്കാം. തപ്പ You sure they don't have ചായ? ഇപ്പൊ ചായ ഉണ്ടോ? ഇല്ലല്ലോ, കട്ടൻ ചായ ഉള്ളൂ. അത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പാൽ ചായ നിനക്ക് വെളിയിൽ പോയി കുടിക്കേണ്ടി വരും. എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കട്ടെ ഗൈസ്. I'm seeing so many gadgets that I might just take one and go. അയ്യാ, നമ്മളെ ഗാഡ്ജറ്റ് ഒന്നും ആരും എടുക്കൂല ഗൈസ്. എനിക്ക് ആദ്യം എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യണം. എനിക്ക് എടുക്കാൻ പറ്റും. ഡ്രിങ്ക്സ് വന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ബിസിനസ് ലേഡി അവിടെ നടന്ന് ഫുൾ ഓൺ ബിസിനസ് ഡീൽസ് ആണ് കേട്ടോ. വരുന്നു ബിസിനസ് ലേഡി. എന്താണ് ഈ ജീവിതം ഇത്? I was doing a official call, so I removed the mic. കംപ്ലീറ്റ് കാശ് മിന്നിങ് ആണ്. ഇതാണ് ഒരു ബിസിനസ് മാഗ്നറ്റിന്റെ രോദനം. യൂസ് ഒന്നും ഇതിന്റെ മാച്ചാ. Please tell me where this cash is. Seriously. പിന്നെ ചുമ്മാ ഡയലോഗാണ് കേട്ടാ. സിംപ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കണ്ടുപിടിക്കാം. കണ്ടു കഴിഞ്ഞാൽ ഒരു The moment I'm rich, I'm gonna retire. You will not see me walking around like this. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നോക്കിയോ ഗൈസ്, ഇവിടെ മറ്റേ ബിൽ ഗേറ്റ്സിനെ കാട്ടി അംബാനിയേക്കാൾ അതിന്റെ നാക്ക് പൊന്നാവട്ടെ എന്നൊക്കെ. ഓക്കെ ഗൈസ്, നമ്മൾ പ്രാവി അവിടെ പണക്കാരിയാകാം. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ഷൂസ് എങ്കിലും. ഇന്നും തന്നെ ജോർഡൻ കഴിഞ്ഞോടെ നോക്കിയപ്പോൾ അല്ല, വെറുതെ ആൾക്കാർക്ക് വാങ്ങിക്കണ എന്തിനാ? പട്ടിച്ചു കാണിക്കാനല്ലേ ഗൈസ്. കഴിഞ്ഞോടെ സ്വന്തമായിട്ട് ജോർഡൻ ഇട്ടോണ്ട് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്കും കൂടെ ഒരു പാവപ്പെട്ട എനിക്കും കൂടെ ഒരു ജോർഡൻ. അന്ന് പറഞ്ഞ് അടുത്ത പ്രാവശ്യം സെറ്റ് പെട്ടിയിൽ ഞാൻ നിറച്ചും ജോർഡൻ വാങ്ങിച്ചോണ്ടിരിക്കും എന്നൊക്കെ പാൻറ് പോയതാണ്. ഇപ്പൊ വന്നിട്ട് ഇതാ കണ്ടില്ലേ, പ്രാരാബ്ദങ്ങളും അതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്ത് ഇങ്ങനെ വെളിയിലോട്ട് ഇട്ടായിരുന്നു. ഒരു മാറ്റവും ഇല്ല. ആദ്യം ഒരു ഇൻവെർട്ടർ ആയിരുന്ന സാധനം ഇപ്പൊ എക്സ്ട്രോവേർട്ടർ ആയിട്ടുണ്ട്. ഞാൻ എക്സ്ട്രോവേർട്ട് ആയ ഞാനിപ്പോ ഇൻവെർട്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കേട്ടാ ഈ എന്താ പറയല്ലോ, ജീവിതത്തിന്റെ എന്താ പറയാ ലീലാവിലാസങ്ങൾ. എവള് പണ്ട് കാണാതെ സംസാരമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, സൈലന്റ് ആൻഡ് ഒൺലി ബിസിനസ് ടോക്സ്. എപ്പോൾ നോക്കിയാലും ഫോണും വെച്ച് വർക്കും ഷൂട്ടും
പൈസയുടെ കാര്യങ്ങളും. സത്യം, യു ആർ റിമൈൻഡിങ് മീ ഓഫ് തിങ്സ് ഐ ഷുഡൻറ്റ് ബി ഡൂയിങ്. ഏർലിയർ ഞാൻ നാട്ടിൽ ഓൺലി ടു സീ മൈ ഫ്രണ്ട്സ് വന്നുകൊണ്ടിരുന്ന ഞാനിപ്പോൾ ഐ ഓൺലി കം ഫോർ വർക്ക്. ഐ എം ഗ്രേറ്റ്ഫുൾ, ബട്ട് വർക്കുള്ളതും നല്ലതാണ്. ഐ മിസ് ബ്രേക്സ്. പക്ഷെ ആ ഉണ്ടാക്കുന്ന കാശ് വെച്ച് ഫ്രണ്ട്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനത്തെ കുറെ നല്ല കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ വെറുതെ കാശ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത്ര കാശുണ്ടാക്കി തുടങ്ങിയിട്ടില്ല. ഒന്നുമില്ല, നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട്. ദുബായ് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ #, ആരാന്ന് #പ്രൊഡക്ഷൻസ് വെറുതെ അന്വേഷിച്ച് നോക്കിയാൽ മതി. അവിടുത്തെ ഈച്ചയ്ക്കും പൂച്ചയ്ക്കും വരെ അറിയാം ആരഭിനയിക്കണം ആരഭിനയിക്കണ്ട ദുബായിൽ ഉള്ള സംഭവങ്ങളിലെന്നുള്ള തീരുമാനിക്കുന്നത് ഇവിടെ. എന്റെ ദൈവമേ, വെറുതെ ഒരു അപവാദം പറയണ്ട. മറ്റേ പാട്രിയറ്റിന്റെ കാസ്റ്റ് ചെയ്തത് ഫ്രണ്ട്സ് ഒക്കെ കയറിയല്ലോ, കുറെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടല്ലോ അതിന്റെ അകത്ത്. ഞാൻ പറഞ്ഞില്ലേ, വേറെ ലെവലാണ്. അത് ഫ്രണ്ട്സ് അവര് ടാലന്റഡ് ആയതുകൊണ്ട് കയറിയതാ. ലൈക്ക് യു, ഐ ആൾസോ ഹാവ് ഫ്രണ്ട്സ് ഹു ആർ സെലിബ്രിറ്റീസ്. ഫുൾ സെലിബ്രിറ്റീസ് ആണ് ഗൈസ്. അപ്പം എന്തെങ്കിലും ദുബായിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദുബായിലുള്ള മൂവീസിൽ പുള്ളിക്കാരിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു നിലയിൽ എത്തിച്ചേരുവാണ്. നല്ല നിലയിൽ. ഓക്കെ ഗൈസ്, നമ്മളത് കഴിച്ചിട്ട് വരാം. ബൈ. ഹോസ്റ്റലിലെ ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റ് സാധനമാണിത്. ഫ്രൈഡ് റൈസും ചിക്കനും. നല്ല ചൂടാണ് കേട്ടോ, അടുപ്പിൽ നിന്ന് എടുത്തോണ്ട് വന്നതേ ഉള്ളൂ. ഫ്രൈഡ് റൈസ് മാത്രമായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒരു കംഫർട്ട് ഫുഡ് ഫീലിംഗ് ഇല്ലേ കുറച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം സജസ്റ്റ് ചെയ്യും കോസ്റ്റിൽ. എപ്പടി ഗുഡ്. ഓ, എൻ്റെ ഐറ്റം വന്നിട്ടുണ്ട്. ഞാൻ എന്തോ ഒരു വെറൈറ്റി പ്രോൺസ് ഡിഷ് വിത്ത് പീറ്റ ബ്രെഡ്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ച് വന്നതാണ്, പക്ഷെ കുറച്ച് ഒത്തിരി ലൈറ്റ് വെയിറ്റ് ആയിപ്പോയി തോന്നുന്നൊരു സംശയം. അവിടെ ഒരാളെ ഫ്രൈഡ് റൈസ് കിട്ടിയതോടുകൂടി മട്ടാന്ന് കഴിക്കും. യമ്മെന്ന് നമ്മളല്ലേ, എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ചില മിക്കവർക്കും ഇഷ്ടപ്പെടാറുണ്ട് ഗൈസ്. വളരെ റെയറായിട്ട് എൻ്റെ ചോയ്സസ് ഫെയിൽ ആവാറുള്ളൂ. ഇതെന്തായാലും നോക്കട്ടെ ഗൈസ്, പ്രോൺസ് ട്രൈ ചെയ്തോളാം. ഞാൻ എഫക്റ്റ് ഇട്ടിട്ടാ ഷൂട്ട് ചെയ്യുന്നത്. അത് കുലുക്കി ഒന്നാതെ കഷ്ടപ്പെട്ടാണ് ഓരോ ഫുട്ടേജ് കിട്ടുന്നത്. അതിനോടായിട്ട് കുലുക്കി ഫിലിമുകൾ. അത് എഫക്റ്റ് ഒന്നുമല്ല ഗൈസ്. ഇത് ബട്ടർ ഗാർലിക് പ്രോൺസ്. അത് നമ്മൾ മാക്സിമം ഈ ബട്ടറിലൊക്കെ ഇട്ട് മുക്കിയിട്ട് ഇങ്ങനെ കണ്ടല്ലോ, കാണാമോ? ഫ്രഷ് പ്രോൺസ്, ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം. ഓ, ഇത് ഫിഷിങ് വല്ലതും ഇപ്പം പിടിച്ചതുള്ളൂ. വേറെ ലെവൽ ഫ്രഷ്. കഴിച്ചു നോക്കണം. അവളുടെ എക്സ്പ്രഷൻ നോക്കട്ടെ. ഞാൻ പ്രോൺസ് മാത്രം എടുത്ത് തിന്നും. You don't have it with the pita bread? അത് കഴിക്കാലോ, ഇത്രയും പ്രോൺസ് ഇരിക്കുകയല്ലേ. It's good. ഞാനും കൂടി കഴിക്കാം. Is this new here? No. All done? അത് കഴിക്കാനുള്ളതല്ല, അത് തൊണ്ടയിൽ കുടുങ്ങി ചാവരുത്. സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ നാശനഷ്ടം ഉണ്ടാവും അങ്ങനെയൊക്കെ സംഭവിച്ചു. ട്രോള് ചെയ്ത് തന്നെ കൊല്ല്. ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലോ. ചിയേഴ്സ്. നമ്മളൊരു പരീക്ഷണം. ഈ ഒരു പ്രോൺസിൽ കുറച്ച് നാരങ്ങയും കൂടെ ഇട്ട് ഈ പീറ്റ ബ്രെഡ് എടുക്കുന്നു. സപ്നാസ് ഡൂയിങ് ചിദൂസ് മൂവി. ഞാൻ കണ്ടായിരുന്നു, പുതിയതല്ലേ. കട്ട് ചെയ്ത് കളയുന്നു. പീറ്റ ബ്രെഡ് എടുക്കുന്നു. പിന്നെ ഇങ്ങനെ നാരങ്ങയും സാധനവും എല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിലിങ്ങനെ മുക്കുക. അൺഹെൽത്തി പ്രോ മാക്സ് ആണ് ഗൈസ് ഇത് സാധനം. എന്നിട്ട് ഞാനത് ബ്രെഡ് ഇല്ലാതെ കഴിക്കത്തുള്ളൂ. ബ്രെഡുമായിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ സിങ്കില്ല കൈസ്. ഞാനത് ചോറും കൂടെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ കഴിച്ചത്. പിന്നെ ഇങ്ങോട്ട് വന്നു. നമുക്ക് നെയിൽസ് ഫിംഗർ ടിപ്സ് പനമ്പള്ളി. സോറി, ആദ്യമായിട്ട് ഞാൻ ഒരു ഫിംഗർ ടിപ്പ് നെയിൽസ് സലൂണിലോട്ട് പോവുകയാണ് ഗൈസ്. നടക്കുന്നതെന്നുള്ളത് ഫുഡൊക്കെ കഴിച്ചു.
അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ നെയിൽ സലൂണിൽ Fingertips, yeah. ഫിംഗർ To put gel polish, that's what we're gonna do. ഓക്കെ ശരി ഗൈസ് You know? ഗൈസ് നമ്മൾ നഖം വെട്ടാൻ വന്നിരിക്കുകയാണ്. Nagam vetanalla, we're gonna do gel nail polish. Oh my god. എന്നെ നഖം വെട്ടാൻ കൊണ്ടുവന്ന് ഗൈസ് എന്റെ കയ്യിൽ നഖമൊന്നുമില്ല ഗൈസ്, കാരണം ഇത്രയും ക്ലീൻ ആയിട്ടുള്ള കൈയാണ്. No, we've come. I'm not doing manicure, I'm just applying polish. ഇവിടെ നല്ല ആംബിയൻസ് ആണല്ലോ. Yeah, it's nice. Dirtalo. കളർ സെലക്ഷൻ Tell me. I'm asking you which color. ഞാനത് കണ്ടുപിടിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. I'll go for this. കളർ പടി കളർ आपका कुछ suggestions है भैया colors में? अच्छा बोलो. I keep selecting and you decide some color. ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. ജെൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ വന്നതൊക്കെയാണ്. ആദ്യം എന്താണ് ഇത് കളയോ? Color. Because I bite my nails, that's why I put gel polish. അയ്യോ So I have very tiny nails. If you were filming some good hands, you would have got longer nails on camera, but now you're getting like short nails. ഒരു കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്നു, മറ്റേ കയ്യിൽ കളറിൽ ഇത് കളർ ഏതാ വേണ്ടതെന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഷീസ് ഹെൽപ്പിംഗ് മീ. ഓ നൈസ് സെലക്ഷൻ. സെലക്ഷൻ. അവിടെ റിമൂവൽ ഓഫ് പഴയ സംഭവം, എന്നിട്ട് കളർ കിട്ടിയിട്ട് എല്ലാം പുറത്തോട്ട് അടിക്കില്ലേ. ഈ മിനിക്കൊള്ള എടുക്കുക, ഈ തിളങ്ങുന്ന സാധനങ്ങൾ എടുക്കുക. നൈസ് നോ? പ്ലെയിനെ കാട്ടി നല്ലത്. എന്താ റെയിൻബോ ഉണ്ടാക്കുന്നത്. ഇതിൽ ഏത് തിളങ്ങണത് എടുക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കോഫി ബ്രൗൺ. A girl should have two things, beautiful nails and fabulous toes. കൊള്ളാം, എല്ലാവരും കണ്ടുപിടിക്കൂ ഗൈസ്. കൊള്ളാം കേട്ടോ സ്ഥലം. So this is what I'll be going with. പാമ്പറിങ് ഗോയിങ് ഓൺ. This brown. ഞാൻ ആദ്യമായിട്ടാണ് പിടിക്കാം. ഒരു നെയിൽ സലൂണിൽ വരുന്നത്. ഈ ബ്രൗൺ പിടിച്ചാലോ അല്ലേ? കുഴപ്പമില്ല. എന്തൊക്കെയാണ് മാഡം ഇതിൻ്റെ പ്രോസസ്? Now what he did, right? This is done only when you do gel polish, because gel polish will not come off normally. You'll have to do this buffing, and then you'll have to put acetone, cover your nails for some time. Only then it will come off properly. ഫുൾ കെമിക്കൽ കളിയാണ്. Yeah, but there's an advantage and disadvantage. Advantage is that it will stay longer. ഇതൊക്കെ പെണ്ണുങ്ങൾക്കുള്ളതാണ് കേട്ടോ. ആണുങ്ങൾ ഇത് സ്കിപ്പ് അടിച്ച് listen, the other normal nail polish will go off quicker. ആണുങ്ങൾ ചിലർ നെയിൽ പോളിഷ് ഇടുന്നുണ്ടായി, പറയാൻ പറ്റില്ല, അവർക്ക് ഇരിക്കട്ടെ. നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്ന ആർക്കാണോ ഈ അഡ്വൈസസ് ഫോളോ ചെയ്യാന്നാണ്. Yeah, and especially I do it mainly not because I can't do polish on my own. I do it mainly because I bite my nails. So when I put this gel polish, I don't bite my nails because the polish won't just chip off. വിഷമല്ലേ അത്? Yeah, exactly. Why I don't bite my nails? Because when I used to have normal polish also, I used to bite my nails because ഇതൊക്കെ ഈ കബാബ് ഉണ്ടാക്കുന്ന പോലെ, ടിക്ക ഉണ്ടാക്കുന്ന പോലെ അലൂമിനിയം ഫോയിൽ. no, this is how they do it. എന്താ ചെയ്യുന്നത്? അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിന്റെ അകത്ത് അവർ അസറ്റോൺ വെച്ചിട്ടുണ്ട്. അസറ്റോണിൽ ഡിപ്പ് ചെയ്തിട്ട് അല്ല, ഡിപ്പ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ നൈസ്. പക്ഷേ കൈ നോക്കിയ ഡ്രം സ്റ്റിക്ക് പോലെ, ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഉണ്ടാക്കൂലേ, കണ്ടിട്ടില്ലേ? കാരണം നെവർ മൈൻഡ്. Would you like to drink something? Tea, coffee? ടീ. താങ്ക് യു. നമ്മൾ മറ്റേ അടിച്ച ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നതല്ലേ? അതും കുടിക്കാം. ഒരാൾക്ക് എത്ര പ്രാവശ്യം ചായ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഫുൾ പ്രോസസ് ആയി. ഇനിയിപ്പം പെയിന്റ് അടിച്ചിട്ട് കാണിക്കാം ഗൈസ്. അപ്പം അവരുടെ നഖം അവർ കവർ ചെയ്ത് വെച്ച് പെയിൻ്റൊക്കെ അടിച്ച് 10 മിനിറ്റിൽ കാര്യം കഴിയുമെന്ന് ഇന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഗൈസ്. ഇടക്കാലത്തൊക്കെ നടക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. 10 വിരലിൽ ചെയ്യാനായിട്ട് ഞാൻ 2 മണിക്കൂറായി. 10 മിനിറ്റിൽ തീരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അബദ്ധത്തിൽ കയറി വന്നതാണ്. നമ്മളെപ്പോഴും അങ്ങനെയാ പറയാ, അവരും അങ്ങനെ പറയാ, ഞാനും അങ്ങനെ പറയാം. പറഞ്ഞ വാക്കിന് വില വേണം. That's how we girls go. ഞാൻ പിന്നെ AC ആയതുകൊണ്ട് ഞാൻ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ പോളിഷ് പരിപാടിയിലേക്ക് കടക്കും. അതാ ഞാൻ വിളിച്ചത് നിന്നെ. You can see the process. ഞാൻ ചെയ്യാനൊന്നും പോകുന്നു, ഞാൻ വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ. ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാവും എനിക്ക്. എന്നാ ശരി, എന്നാ you can go. ഫൈനൽ ആവുമ്പോൾ ഞാൻ വിളിക്കാം. ജസ്റ്റ് I'm doing some. Oh, you can show my legs though. എപ്പോഴും ഞാൻ ചെയ്ത എന്തൊക്കെയോ കാര്യം കാണിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് പണ്ട് ചെയ്തതാ. ചെരുപ്പിന് ചേരുന്ന നെയിൽസ് പണ്ട് ചെയ്തതാ. It's called chrome. ഇതൊക്കെയാണ് ഗൈസ് പെണ്ണുങ്ങളുടെ ഓരോരോ You want to put സന്തോഷങ്ങൾ. polish?
എനിക്ക് വേണ്ട. അത് ഞാൻ അത് ചുരണ്ടിക്കളയാൻ വേണ്ടി നടക്കണം. വേണ്ട. It's a cool process, you know. ഇനിയും തീർന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബുഗഡി നോക്കാൻ പോവാം. ഏതൊക്കെ ബുഗഡി പൂജ സിൽവറിൽ. Today I'm gonna like make your vlog so colorful. Guys, ഇവർക്കെന്തോ ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്നെ പിടിച്ചേക്കാണ് ഗൈസ്. നോ വേസ്. നമ്മൾ മൂന്നു നമ്മളെ കൊണ്ടുവന്ന് വീട്ടിൽ തള്ളിയിട്ട് നമ്മൾ പോയി ചായ കുടിക്കും. That's the plan. Okay. Guys, എന്തൊക്കെയോ നടന്നു. I put a very basic color. This is not my usual color. Okay, guys. I just wanted to put some chocolate color, so I put the chocolate brown. എന്തൊക്കെയാ പറയുന്നത് ഗൈസ്? എനിക്ക് ഓർക്കാൻ വന്നിട്ട് വയ്യ. And he's too good. ये आपका नाम क्या था? विनोद. Vinod's done a fantastic job. നിമിഷം വന്നതുണ്ട്. വേറെ അപ്പീലൊന്നുമില്ല. No. ഫൈനലി അത് കഴിഞ്ഞു. Finally feels good. ബ്രൗൺ കളർ. ഇത് കാണുന്ന പെണ്ണുങ്ങൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പറയൂ. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ ബോറടിക്കുന്നു. ഇനി ആരെങ്കിലും മെനിക്യൂർ എന്നൊക്കെ പറഞ്ഞാലും മെനിക്യൂറിനായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മതിലിയാടി ഓടും. അയ്യോ നല്ല ടൈം എടുക്കും കേട്ടോ ഈ സാധനം. അങ്ങനെ മാഡം ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി നെയില് കാണിച്ചുകൊണ്ട് നടക്കും. എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചു തരും എന്നൊക്കെ വിശ്വസിക്കുന്നു. നോക്കട്ടെ. ഇപ്പോഴല്ലേ നമ്മൾ കഴിച്ചേ. അതൊക്കെ ദഹിച്ച്. I could have washed my hair. നീ അവിടെ തന്നെ ഇരുന്നാ മതി. ഞാൻ വീട്ടിൽ പോകും. ഹെയർ സ്റ്റോറിയാ. ഒരു മിനിറ്റ്. നെയിൽ സ്റ്റോറി കഴിഞ്ഞതേ ഉള്ളൂ. അതിനി ഹെയർ സ്റ്റോറി കോൾ എടുക്കണേ. ഹലോ. അടുത്തതാ പൂജ സിൽവർ മോനോട് എന്തോ സിൽവർ ജ്വല്ലറി വാങ്ങിക്കാൻ വന്നേക്കുന്നു. ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികളുടെ കൂടെ ഇറങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ. ഫ്രണ്ടിൻ്റെ കൂടെ ആയാലും ശരി, ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ആയാലും ശരി, വൈഫിൻ്റെ കൂടെ ആയാലും ശരി, ഇതിന് റെഡിയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാവൂ. മനസ്സിലായില്ലേ? ക്ഷമയില്ലാത്തവർ ഇതിലോട്ട് ഇറങ്ങരുത് കഴിച്ച്. ഇത്രയും പേഷ്യൻസ് വേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ. ഇവർ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മളവിടെ 1 മണിക്കൂർ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കണം പോസ്റ്റായിട്ട്. സോ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരണം. ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ. എന്തോ സാധനം കുകുടി എന്നൊക്കെ വേണ്ടതാ കയറി. നമ്മളൊന്നും അധികം സമയം ഷോപ്പ് ചെയ്യാനാണെങ്കിലും എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് സമയം ചിലവാക്കാറില്ല. പക്ഷേ പെണ്ണുങ്ങൾ എൻ്റെ അമ്മോ അത്യാവശ്യം പേഷ്യൻസ് ഒക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞേ ഇത് കുറച്ച് കട്ടിയാണ് കേസ്. അതായത് ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത സാധനത്തിനെ പറ്റി ഓർമ്മ വരും. മനസ്സിലായി? അപ്പം നെയിൽ പോളിഷ് ചെയ്തുകൊണ്ടിരുന്ന വേണം പെട്ടെന്ന് ഈ സിൽവർ ജ്വല്ലറി കാര്യം പറഞ്ഞുകൊണ്ട് അവൾ ചാടിയത്. അപ്പം ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലേ കേസ്. കല്യാണം കഴിച്ചവരുടെയൊക്കെ കേസ് വെളിയിൽ ഇറങ്ങുമ്പം ഓരോരോ കാര്യങ്ങളായിട്ട് പൊന്തി ചാടി വരുമെന്ന് തോന്നുന്നല്ലേ. സിംഗിളായിട്ടിരിക്കുന്ന എന്നെ കേസ് നല്ലത്. അവളിപ്പോൾ ചോദിക്കുകയും ചെയ്തു ഞാൻ കല്യാണം കഴിച്ചത് എന്ത് ചെയ്യാം. ഞാൻ തന്നെ അതുകൊണ്ടല്ലേ ഞാൻ സിംഗിളായിട്ടിരിക്കുന്നത്. അതാണ് കേസ്. അപ്പം എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കട്ടെ. എന്താണ് അടുത്ത പരിപാടിയായിട്ട് വരണേന്ന് നോക്കാം. ബൈ ഗൈസ്. അങ്ങനെ ഫൈനലി എനിക്ക് പറ്റിയൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഫുഡ് അടിക്കാൻ. Which right, I am the one who suggested this place, and he told me he doesn't like Andhra kind of food and all, but I am forcing him to come here. ഇവിടെ എല്ലാം ആന്ധ്ര മാത്രമൊന്നുമല്ല. ഇനി മാറ്റി പറഞ്ഞോ, ക്യാമറ ഓൺ ആയിപ്പോ. ആന്ധ്രയുടെ സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. Yeah, they've got that kolam that they do in front of houses. Okay, the place is pretty cool and it's pretty cold. Hi. How many of you make it? Just 2 of us. Yeah. Just 2? Just 2 of us. Sitting here itself, right? ഇതാണ് ഗൈസ്. രസനായി എവിടാണോ സജസ്റ്റ് ചെയ്തത്. ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ശരിയായിട്ട് വന്നിട്ടില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അല്ല മണം. വെള്ളത്തിന്റെ പൈസ അവര് കുപ്പിമന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. തെറ്റാതിരിക്കാൻ 195. Let me see. Oh, only you can see it, right? I can't see it. എന്ത്? ഓ ഷിറ്റ് ഗൈസ്. ഇന്ന് ഇവിടെ ഒരു അരിയാട്ടിൽ നടക്കും. അതെ. സാനു ആയിരിക്കും അടുക്കളയിൽ ഇന്ന് കയറാൻ പോകുന്നത്. താങ്ക് യു. മെനു. പക്ഷെ കോഫി ഉണ്ട് തോന്നുന്നുണ്ടോ? കോമഡി പേരുകളാണ് കേട്ടോ. ദിവി ഹലസു സുക്കേ.
ശംഖുപുഷ്പം ഗുണ്ട പൊങ്കനാലും എവിടെ ദേ സ്റ്റാർട്ടർ ഇവിടെ വെജിറ്റേറിയൻ. നീ പറഞ്ഞ ആദ്യത്തെ സാധനം എവിടെ? ദേ ഫസ്റ്റ് പേജ്, ടേക്ക് യുവർ ഫസ്റ്റ് പേജ് ആൻഡ് സ്റ്റാർട്ടർ. സീ ഓ ശംഖുപുഷ്പം ഗുണ്ട പൊങ്കനാലും. ദിവി ഹലുസു സുക്കെ, അതാണ് സ്റ്റാർട്ടർ. അതെന്തോ ബ്രെഡ് ഫ്രൂട്ട് ഓർ റോ ജാക്ക് ഫ്രൂട്ട്, ചക്കയാണത്. എന്താണ് പേര്? ഡിവി ഹലുസു ഐ തിങ്ക് സുക്കെ. ഇറ്റ്സ് ചക്ക വറുത്തത്. നമുക്കിത് പറയാം മുട്ട പനിയാരം. നീ യു ടെൽ. മുട്ട പനിയാരം ഒരുമാതിരി ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നത്. This is entirely Andhra. I don't know where you saw Kerala. ആന്ധ്രയല്ലടി, കർണാടക, തമിഴ്നാട്, കേരള. I don't know where you saw Kerala snacks. കേരള സ്നാക്സില്ല, കേരള ഫുഡാണ്. പൊരിച്ച പൊറോട്ട വിത്ത് There is Benni Dosha Palkatti Kaima Taco. Small crispy tacos made of rice and yellow lentils, smeared with spicy red relish and topped with... അത് ദോശയുടെ പുറത്ത് ചെറു ഫ്രൈഡ് ബീഫ് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പുറത്ത് മിനി ചിക്കൻ പൊറോട്ട ബിറിയ ടാക്കോ ഉണ്ട്, അത് പറയാം. ഞാൻ നൈസായി. അതൊന്നും ദുബായി കിട്ടൂല. നമുക്ക് നമ്മളെ നാട്ടിലുള്ള സാധനങ്ങൾ വെച്ച് അവരെ കൊതിപ്പിക്കാം. അല്ല ഇവിടെ കുടിക്കാനൊന്നുമില്ലേ, ലൈക്ക് കോഫി? അപ്പം നൂൽ പൊറോട്ടയൊക്കെ ഉണ്ട് കേട്ടോ. കൊത്ത് പൊറോട്ട ഉണ്ട്, ബൺ പൊറോട്ട ഉണ്ട്, കൊത്ത് ഇടിയപ്പം. ഇടിയപ്പത്തിന് മറ്റേ മിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഫിൽറ്റർ കോഫി ചീസ് കേക്ക്, എനിക്ക് അത് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഫിൽറ്റർ കോഫി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഫിൽറ്റർ കോഫി കാണത്തില്ല, ചീസ് കേക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ രസനായിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റ നിമിഷം നമ്മൾ പപ്പടം നിന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഫ്രൈംസ് എന്നാണ് ഇത്. ഫ്രൈംസാ, ക്രാക്കേഴ്സ് ഒന്നും അല്ല ഇത്. ഫ്രൈംസ്. ഒരു വീടിൻ്റെയൊക്കെ ആംബിയൻസ് നല്ല രസമുണ്ട് കേട്ടോ. പ്രൈസും അത്യാവശ്യം കൊള്ളാം. ഈ ഒരു ആംബിയൻസിന് കൊടുക്കണം ഗൈസ്. It's on the expensive side, but let's figure out if it's worth the price. ഈ സാധനമാണ് നമ്മൾ തുടക്കത്തിൽ തിന്നു തുടങ്ങിയത്. പിന്നെ നമ്മളൊരു പൊറോട്ട ടാക്കോ സാധനം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞാൽ നമ്മളൊരു പ്രോൺസ് പനിയാരം പറഞ്ഞു. ഇത് കഴിച്ചിട്ട് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ വിശപ്പുണ്ടെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ട വിത്ത് മട്ടൺ, അതാണ് പ്ലാൻ. നമ്മൾ ഫിൽറ്റർ കോഫി വന്നിരിക്കുകയാണ്. അതാണ് 2 ടൈപ്പ് പഞ്ചസാര, വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും. That's jaggery, I think. നമ്മൾ വൈറ്റ് ഷുഗർ ഇടുന്നില്ല ഗൈസ്. നമ്മൾ ഭയങ്കര ഹെൽത്തി ഓപ്ഷൻസ് ഓൺലി. That could be jaggery. എന്താ ഇങ്ങനെയാണോ കാള? Jaggery, right? ഓ ഗൈസ് ഇത് പൊടിയാട്ടാ. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് കഴിക്കും. ജാഗറി പൗഡർ പച്ചക്ക് തിന്നാൻ കൊള്ളാൻ ഗൈസ്. കൈ കൊണ്ട് ഇത് എത്ര എന്ന് വെച്ചാൽ പണ്ട് ബൂസ്റ്റ് തിന്നണമല്ലേ? ജാഗറി പൗഡർ സൂപ്പർ അല്ലേ? പച്ചക്ക് തിന്ന് വയറ് നിറയ്ക്കാം. ഇതിനെ അടിക്കണമല്ലോ. ഒരു കയ്യിൽ ക്യാമറയും വെച്ചിട്ട് ചായ അടിക്കുന്ന കുറച്ച് പണിയായിരിക്കും. എന്തായാലും നമ്മൾ നോക്കാം ഗൈസ്. ഒരു ഗൈസ് വിളിക്കാതെ ഒരു യൂട്യൂബറും കംപ്ലീറ്റ് ആവുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഹലോ ഫാമിലിയോ അതും ചിലർ വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ കോമൺ ആണ്. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും നീ എന്തെങ്കിലും കണ്ടുപിടിച്ചതാ എനിക്ക്. ഇങ്ങനെയാണ് ചായ അടിക്കാമോ, ചായയിലെ കാപ്പി അടിക്കാമോ? എന്താ ഒരു തുള്ളി വെളിയിൽ പോകാതെ കാപ്പി അടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? സക്കീർ ഭായ് ഓഫ് jaggery powder made the difference. It's more sugary than the sugar. Yes. നല്ല കപ്പല്ലേ, നല്ല ചൂട് റീറ്റെയിൻ ചെയ്യണം. That's where all the money is going in the production. പിന്നെ ഇട്ട കറക്റ്റ് ജാഗറി കറക്റ്റാണ്. അതിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പെർഫെക്റ്റ് ഓക്കെ. Wow, look at the plate. അത്യാവശ്യം നല്ല ചെറിയ പ്ലേറ്റാണ്. ഓഫ് അൾട്രാവൈഡ് ഡേറ്റ് മൊത്തം കിട്ടാൻ ഈ പാത്രത്തിലാണ് നമ്മൾ തിന്നാൻ പോകുന്നത്. ഓഫ് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയൊരു അണ്ടാവ് എടുത്ത് ഫ്രണ്ട് വെച്ചേക്കുന്നതല്ല. അപ്പോൾ ഫുഡ് വരട്ടെ ഗൈസ്. പക്ഷേ സാധനമൊക്കെ രസമുണ്ട് കേട്ടോ. ഒരു തമിഴ്നാട് സ്റ്റൈലിൽ നമ്മൾ ഗൈസ് നമ്മൾ പൊറോട്ട ടാക്കോ വന്ന്. പക്ഷേ ആ ഇതൊക്കെ അവിടെ കിട്ടുവാടാ ദുബായിൽ. ഈ സാധനങ്ങളൊക്കെ കേരളത്തിൽ മാത്രം കിട്ടുന്ന ഐറ്റമാണ്. അവനവിടെ ഓതൻറ്റിക് മെക്സിക്കൻ സാധനമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അതിനുമാതിരി ചൊറിയലായിരുന്നു. നമ്മളിവിടെ മയണൈസ് വെച്ച മെക്സിക്കനാണ് കഴിച്ചതെന്നുണ്ട്. കണ്ടാ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ കണ്ട പൊറോട്ടയിൽ ടാക്കോ അത് വിത്ത് ഗ്രേവി. ഈ സാധനമൊക്കെ ഇവിടെ കിട്ടുള്ളൂ ഗൈസ്. നോക്കാം. നീ എവിടെ അടുത്ത് കഴിക്കും
ഞാൻ തന്നെ തുടങ്ങണല്ലേ? ആദ്യം പരീക്ഷണം. ഇതിന്റെ ഉള്ളിൽ പൂവൊക്കെ ഉണ്ട് കേട്ടോ. അത് പൂവും കഴിച്ചോ, ഡെക്കറേഷനാണ്. പൊറോട്ട ഈ ഗ്രേവി അതിലോട്ട് ഒഴിക്കണം, ഇങ്ങനെ ബിരിയാട്ടാക്കുക. അപ്പം അതിൽ സോക്ക് ചെയ്തിട്ടാണ് കഴിക്കുക. ഇതെടുത്ത് ഒഴിക്കുക. അതന്നെ, അത് ഒഴിച്ചോ, മൊത്തം ഒഴിച്ചോ. ടാക്കോ കഴിച്ചിട്ട് നല്ല ക്രിസ്പിയാണെന്നോ, സൗണ്ട് ഇവിടെ വരെ കേട്ടോ. അങ്ങനെയുണ്ട് ലൈവ് റിയാക്ഷൻ. It's good. I'm just trying to recollect. What does this remind me of? It tastes like something that's very familiar to us. പക്ഷെ എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഞാൻ കഴിച്ചിട്ട് പറയാം. വെയിറ്റ്, നീ ആദ്യം കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. ഞാനും കൂടെ കഴിച്ചു നോക്കാം. ഇതാണ് പൊറോട്ട ടാക്കോ. ഇതാണ് ഗ്രേവി എടുത്ത് ഇങ്ങനെ ഒഴിക്കുക. സ്പൈസ് എന്തിന്റെ ടേസ്റ്റാ? ചില്ലി ചിക്കൻ എന്തൊക്കെയോ ഒരു മിക്സ് ടേസ്റ്റാണ് കേട്ടോ. അതാ ഗ്രേവിയുടെ ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചെട്ടിനാട് മസാല, ആന്ധ്ര സംഭവം ഉണ്ട് ചെറിയൊരു. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ. കറിവേപ്പിലുണ്ട് ഇഷ്ടം പോലെ. ഇതാണ് നമ്മുടെ പ്രോൺസ് പനിയാരം. ഇതൊരുമാതിരി ഉണ്ണിയപ്പം പോലെയൊക്കെ ഇരിക്കണമെങ്കിലും അതിൻ്റെ അകത്ത് പ്രോൺസാണ്. വേണ്ടേ ചെട്ടിനാട് പൊറോട്ട ടാക്കോ. സ്പൈസി പക്ഷെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കഴിച്ചിട്ട് വിശപ്പ് മിക്കവാറും ഇതിൽ തന്നെ മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്തുള്ള ചിക്കൻ തന്നെയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഗ്രേവിയാണെന്ന് തോന്നുന്നു. ഇതാ ഇങ്ങനെ ഗ്രേവി എടുത്ത് ചിക്കനിൽ ഇങ്ങനെ ഒഴിക്കുക. മാക്സിമം കുറച്ചുകൂടെ സോക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മടക്കുക. കുറച്ച് ഷൂട്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും. Do you like spicy? Will me burping come in this? And you're not going to keep it in your video, right? ആലോചിക്കട്ടെ. For youths, don't do chatataram, okay? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പൈസി. എനിക്ക് ഇഷ്ടമൊന്നുമില്ല. എനിക്ക് സോസ് ഇട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഐ ഡോണ്ട് മൈൻഡ് സ്പൈസ് ഗൈസ്. അതാണ് ദുബായ് ആൾക്കാർക്ക് പറ്റാത്ത പണിയാണെന്നാണ് ഈ ഏരിയ. Spice, but it's tasty though. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏരിയയൊക്കെ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ദിസ് ഇസ് റിയലി ഗുഡ്. ഉണ്ട് Spicy. As you can see, I'm already having a running nose. I'm taking my second tissue. ഈ ചെറിയ സില്ലി ഏരിയയൊക്കെ കണ്ട് കരയുന്നവർ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. I usually can't handle spice, guys. That's why. ഈ ശർക്കര പൊടി എടുത്ത് കഴിച്ചോ? വേണ്ട, കൂടുതലാവും. Are we having ഉണ്ണിയപ്പം? ഉണ്ണിയപ്പം has 3 kind of chutneys. എല്ലാം ഇച്ചിരി എടുത്തിട്ട് ഓരോന്നിലും മുക്കി കഴിച്ചാൽ നമ്മളാദ്യം കഴിക്കട്ടെ. പനിയാരം എന്തൊക്കെ ചട്നിയാണ്? ആദ്യം ഇത് വെച്ച് നോക്കാം. This is nice. But I haven't touched the prawns. Prawns is inside. I'm having only that. ഇത് വെള്ളയപ്പം ബോളാക്കി വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചമ്മന്തി എടുക്കുക, മറ്റേ സദ്യക്ക് ഇത് ചെയ്യുന്ന പോലെ. ഇതാണല്ലോ നമ്മുടെ മെയിൻ കണ്ടന്റ്. സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. ഒന്ന് ചമ്മന്തി എടുത്തേക്കുക. ഇതാണ് പനിയാരം. ഞാൻ കഴിച്ചിട്ടുണ്ട്. വേറെ സ്റ്റൈല് പനിയാരമാണെന്നേ ഉള്ളൂ. ലൈക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ആ സാധ്യത തന്നെ ഉണ്ടാകുന്നു. വെള്ളയപ്പത്തിൻ്റെ മാവുള്ള ബോൾ പത്തല്. അതാണ് ഒരു ചട്നി കഴിച്ച്. ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. പ്രോൺസ് എല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നല്ല ബാറ്റർ അല്ലേ, ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം.
പ്രോൺസ് ഇല്ല. അതെനിക്ക് തോന്നുന്നു ഹിഡൻ ആണെന്ന് തോന്നുന്നു. ഹിഡൻ ഓരോന്നിലും ഓരോ പ്രോൺസ് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ഭാഗ്യം പോലെ ഇരിക്കും. വേറൊരു ഇത് കഴിഞ്ഞിട്ട് എന്തായാലും അടുത്ത ഡിഷിന് സ്ഥലമില്ല. അജി നീ എന്തോ നീ ദുബായ് ഫുഡിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ വെരി ബാഡാ. ഞാൻ വിചാരിക്കുന്ന ഈ സാധനം അറിഞ്ഞൂടാ, വേണമെങ്കിൽ കുത്തിക്കേറ്റ പനിയാരം വിത്ത് മറ്റേ ഗ്രേവി അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നമ്മളിങ്ങനെയാണ്, എക്സ്പെരിമെൻറ്റേഷനാണ്. വേണ്ട, സ്പൈസ് ഒഴിച്ചിട്ട് കഴിച്ചത് അത്ര സ്പൈസ് ഒന്നും റെഡി. അത് മറ്റേ അകത്താണെന്ന് സ്പൈസ് ഉണ്ടാകുന്നത്. ഇത് കഴിച്ചു, നീ കുഴച്ച് കഴിച്ചു. വാ, ഇപ്പോഴാണ് എൻ്റെ ജീവൻ വെച്ചത്. ചിക്കൻ കറി ഗ്രേവി. അതെ, വേണ്ട ഇപ്പൊ സൂപ്പർ അല്ലേ? ആണല്ലേ? അപ്പം കറി കൂട്ടി കഴിക്കുന്നു. ആ അതെൻ്റെ ഒരുമാതിരി അപ്പവും നമ്മളൊരു ചിക്കൻ കറിയും കഴിക്കുന്നതിൻ്റെ ഒരു ഫീൽ. പക്ഷെ അപ്പം ലൈക്ക് എ ബോൾ. പക്ഷെ നല്ല ബാറ്റർ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സാധനത്തിൻ്റെ ഈ കവറിങ് ഉണ്ടല്ലോ, അതായത് ഞാൻ ഒറ്റ കയ്യിൽ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഷേക്കിംഗ് ഒക്കെ വരുന്നത്. ഇങ്ങനെ വയ്ക്കുന്നു, കറി എടുക്കുന്നു, പനിയാരത്തിൻ്റെ പുറത്തൂടെ ഒഴിക്കുന്നു, ചെറുതായിട്ട് ഒഴിച്ചാൽ മതി. അപ്പം തന്നെ അത് സോക്കാവും പെട്ടെന്ന്, ടപ്പനെ അത് അതിൻ്റെ അകത്തോട്ട് അബ്സോർബ് ചെയ്യും. കൊള്ളാം. പക്ഷെ പ്രോൺസിൻ്റെ ഒരു പ്രോൺസേ ഇല്ല. Did you get any prawns? അറിയാനേ വയ്യ. നമുക്ക് ആ മാവിൻ്റെ ടേസ്റ്റാണ് കൂടുതലുണ്ട്. പ്രോൺസ് അരച്ചിട്ടാണോ ചേർത്തേ? എന്തോ മിൻസ് ചെയ്ത് വെക്കുന്നതായിരിക്കും. പ്രോൺസ് ഇല്ല. പക്ഷെ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഈ കറിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചമ്മന്തിയായിട്ട് മുക്കി തിന്നണേക്കാട്ടും നല്ലത് ഈ ഒരു കറി കിട്ടി കഴിഞ്ഞാൽ അധികം അതൊഴിച്ച് തിന്നുന്നത് നല്ലത്. പക്ഷേ അടിപൊളി സാധനം കേട്ടോ, കൊള്ളാം. യു ഷുഡ് ട്രൈ. എന്തെങ്കിലും കഴിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് നോക്കട്ടെ കേസ്, നോക്കാം. ഇല്ല, യു ഹാവ്. നമുക്ക് പാതി കഴിക്കാം. ഞാൻ വളരെ ഫുള്ളാണ് ഗൈസ്. ഒന്നുമില്ല, നമുക്ക് പൊറോട്ടയും മട്ടനും കഴിക്കാം. കഴിഞ്ഞിട്ട് ഒരു സ്റ്റിർ ഫ്രൈഡ് മട്ടനും പൊറോട്ടയും പാതി കഴിക്കും. ഒരെണ്ണം പറഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാം. സെയിം ലൈക്ക് ലിറ്റിൽ ഫ്രൈ ആണെങ്കിൽ നമുക്ക് എല്ലാ ക്യാപ്റ്റൻ പുള്ളി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാം. ഇവിടെ എല്ലാ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ടൈപ്പ്, അതായത് 5 സ്റ്റേറ്റിലെയും ഫുഡ് ഇവിടെ ഉണ്ട്. സോ ഇനിയും വരാം, കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഗൈസ്. ഞാൻ വിജയല്ലേ? ശരി, താങ്ക്സ്. അപ്പോൾ ഗൈസ് നമ്മൾ ക്യാപ്റ്റനുമായിട്ട് കമ്പനി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നല്ല സ്പെഷ്യൽ ഫുഡ് കിട്ടും. നമുക്ക് ഈ പ്രാവശ്യം കറക്റ്റ് നമ്മുടെ സൈസിന് പറ്റിയ പ്ലേറ്റ് കിട്ടിയിരിക്കും. പക്ഷെ കൊള്ളാം കേട്ടോ, വാഴയിലയും പ്ലേറ്റും. യഥാർത്ഥ വാഴയില തന്നെ കേട്ടോ. ഇത് കട്ട് ചെയ്യുന്നതാണോ ഈ ഷേപ്പില് വാഴയില? ഓ, ഇതാണ് സംഭവം. അതായത് പൊറോട്ടയില് മറ്റേ മനസ്സിലായി, ടാർട്ട് പോലെ രസമുണ്ട് കേട്ടോ. വി ഹാവ് ഇതൊന്നും ദുബായ് കിട്ടൂല ഗൈസ്. എനിക്ക് നമ്മളിപ്പോ കോമ്പറ്റീഷനാണ് മറ്റേ ഷാസിന്റെ ഗ്രൂപ്പും നമ്മളെ ഗ്രൂപ്പുമായിട്ട്. പിന്നെ അല്ലാതെ അവന്മാരവിടെ, നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് മെക്സിക്കൻ കഴിക്കാൻ പോയപ്പം അവരവിടെ ഓതന്റിക് മെക്സിക്കൻ പോയി കഴിച്ചിട്ട് നമ്മള് ഡയലോഗ് അടിച്ച്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ സാധനമൊക്കെ ഇവിടെയല്ലേ കിട്ടത്തുള്ളൂ. അതാ പറഞ്ഞ. പക്ഷേ വേണ്ട, തേങ്ങ കൊത്ത്, അടിയിൽ പൊറോട്ട, മുകളിൽ മട്ടൻ മീൻസ് ആണ് കേട്ടോ. അത് എനിക്കറിയാം കേട്ടോ. ഞങ്ങള് ടഫ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുക. ഓക്കെ ഗൈസ്, നമ്മളിത് കഴിക്കട്ടെ, ടേസ്റ്റ് നോക്കാം. നിമിഷ കമോൺ, പൂവെടുത്ത് കഴിക്കാമല്ലോ. അതൊന്ന് തേങ്ങ. ഓക്കെ ഗൈസ്, നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നീ ഒരെണ്ണം കഴിക്കും. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊള്ളാമെങ്കിൽ പിന്നെ ചെറുപറ കഴിക്കാം. ഫസ്റ്റ് ഫ്രണ്ട് ഇരിക്കുന്നവരാണല്ലോ ട്രൈ ചെയ്യാൻ. എൻ്റെ അമ്മ സൗണ്ട് ഇവിടെ കേട്ടടി, ASMR. എങ്ങനെയുണ്ട് ബ്രോ? നിൽക്കണോണ്ട് പേടിക്കൊന്നും വേണ്ട, പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞാൽ. പുള്ളി ഇവിടെ നിൽക്കണോണ്ട് പേടിച്ച് പറയുന്നത്. കഴിച്ചു മറന്ന ടേസ്റ്റുകൾ. There is a nostalgia in everything I feel. Obviously, നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ലേ വരത്തുള്ളൂ. മറ്റേ മസാലകളുടെ സ്ഥലത്ത് you don't get that authentic taste, right? This gives a very, there's a nostalgia in every item that
We've tried ഇവിടെ. You'll take you back to something. അവളവിടെ കഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു പേടി. ബിക്കോസ് ഇതൊരു അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പടമാവും. വളരെ ഹെവിയാ. അതല്ലേ ഞാൻ ബുദ്ധി ഉപയോഗിച്ചേ. പാക്കറ്റ് അമ്മയ്ക്ക് ഗിഫ്റ്റ്. പക്ഷെ എന്തിന്റെ ടേസ്റ്റ് ഇല്ലേ? കീമയുടെ ആണോ? ദുബായിലെ കീമ. മല്ലിയല്ലേ ഏകദേശം. ഇത് ബേസിക്കലി മട്ടൻ കീമയാണ്. സത്യം പറഞ്ഞാൽ അവരതിൽ സ്റ്റിർ ഫ്രൈഡ് മട്ടൺ എന്നാണ് എഴുതിക്കുന്നത്. സുക്ക. പക്ഷേ സുക്ക അല്ല, ഇതൊരു സുക്കയുടെ ടെക്സ്ചർ ഒന്നും അല്ല. അങ്ങനെ സാനുവിന് ഫൈനലി ഒരു ഐറ്റം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ്. ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഒറ്റ ഫുൾ ബൈറ്റ് എടുക്കേണ്ടതാണ്. ഇന്നത്തെ ഫുഡ് പരിപാടി വേഗം നിർത്തിക്കോളും. ഇത് കുഴപ്പമില്ല. അവൻ ഷേസ് ഗ്രേറ്റ്. എനിക്ക് കൂടുതൽ മട്ടൺ മിൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ ഡ്രൈ ആണെങ്കിൽ കൊള്ളാൻ. പൊരിച്ച മട്ടനൊക്കെ ആണെങ്കിൽ പൊരിച്ച ഫ്രൈഡ് മട്ടൺ. I like my polish though. അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആനക്കായത്തിനിടയ്ക്ക് ചേനക്കാര്യം എന്ന് പറഞ്ഞാൽ മട്ടൻ്റെ കാര്യം ഇതൊക്കെയാണെന്ന് റെഫറൻസ്. ഞാൻ വിചാരിക്കുന്നത് ഈ മട്ടൻ മാറ്റിയിട്ട് പൊറോട്ട കഴിച്ചാലോ എന്നാ. ഓ ഞാൻ വിചാരിച്ച് ഇതില് അവസാനിപ്പിച്ചു. ഇതില് ഈ പൊറോട്ട കഴിക്കാന്നല്ലേ ഇന്നത്തെ മട്ടൻ എടുത്ത് കളഞ്ഞില്ലേ? That you can do. വേണ്ട, മട്ടനാണ് നല്ല കത്തിയ. വേസ്റ്റ് ചെയ്യണ്ടാന്നില്ലേ? വേസ്റ്റ് ചെയ്യണ്ടാന്നില്ലേ? എല്ലാത്തിൻ്റെ ഭയങ്കര മിൻസാണ്. സുക്കയുടെ ടേസ്റ്റ് ഒന്നുമില്ല. അതിനായിട്ട് മിൻസ് മട്ടൻ്റെ ടേസ്റ്റ് അതൊന്നും. അതായത് this alone you can find in these that's what I said, nostalgic taste. നമ്മൾ ഈ തട്ടുകടയിലും കിട്ടും. ഇതിങ്ങനെ മിൻസ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് this is അപ്പോൾ എനിക്ക് തോന്നുന്നു that's what they've tried to bring that nostalgic taste of some street, which is very evident. Filter coffee cheese cake കൂടെ പാടാ. That is doable, I think. Everything a spoon, I don't mind. ഇത് പാർസലാക്കാം. ഒരു ഫിൽട്ടർ കോഫി ചീസ് കേക്ക് കൂടെ പറയാം. നമ്മളെ എന്തായാലും വന്ന് അതെ കുളിച്ചു കയറാം. ഇന്നിവിടെ പാത്രം കഴുകൽ ഉറപ്പാ. അത് നിമിഷം കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. സാനു പാത്രം കഴുകും. പാത്രം കഴുകാൻ ആളുള്ളതുകൊണ്ട് ഞാൻ വ്ളോഗ് കൺക്ലൂഡ് ചെയ്യാം. ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞാല് ഇയാളുണ്ടാവും. അല്ലെങ്കിൽ ഐഫോൺ കൊടുത്താൽ മതി. ഓറഞ്ച് ഇല്ല, ഞാൻ ഇതും കൊണ്ട് ഇറങ്ങി ചാടി ഓടിയങ്ങ്. നീ ഇവിടെ ഇരുന്ന് പാത്രം കഴുകുകയോ? ഞാൻ ചോദിക്കും ഇതിൽ ആരെയാ നിങ്ങൾക്ക് റിച്ച് ആയി തോന്നുന്നത്? 13 Pro Max പിടിക്കുന്ന എന്നെയാണോ അതോ 17 Pro പിടിക്കുന്ന? അത്രയ്ക്കുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. 13 Pro Max ഉള്ള ഫുഡ് ഓക്കെ സെറ്റ്. എങ്ങനെയുണ്ടായിരുന്നു നിമോ ഫുഡ്? It was okay. ഏതാ നിന്റെ ഫേവറേറ്റ് കഴിച്ചതിൽ? None. I'm not a spice person, that's why. But I like it. Oru variety ki I think in Kochi this place is a must try. I'm sure a lot of people will like it. It's just that it's not my palate because it's spicy, and usually I'm not very good with spicy food other than homely food which is made at home. Mama's chor mein curry and all is fine. കഴിഞ്ഞ നാല് കാര്യം പാട്ടെ. മര്യാദക്കിരുന്ന് എന്നെ നമുക്ക് ഇവിടെ രസനോയിൽ പോവാം. എൻ്റെ മറ്റേ ട്രൈ ഔട്ട് ചെയ്യാം. ശരി, ഞാൻ വിചാരിച്ചു ഓക്കെ സ്പൈസൊക്കെ കഴിക്കുന്ന ആളെങ്കിലല്ലേ ആന്ധ്ര ഫുഡെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ സംഭവമാണെന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇറ്റ് ഡസൻ ടേസ്റ്റ് മൈ സൂട്ട് മൈ പാലറ്റ് പോലും. അടി നാണം ഉണ്ടോ അടി നിനക്ക്? No, I didn't realize it would be this spicy. പിന്നെ നിനക്ക് ആന്ധ്ര എന്ന് പറഞ്ഞാൽ I thought there were other dishes also, but then I figured that everything. നീ എന്തൊക്കെ ആന്ധ്രയിൽ കഴിച്ചിട്ടുണ്ട്? ഈ ബിരിയാണി ഇല്ലേ നമ്മൾ കറിയിൽ ഓൾമോസ്റ്റ് ഡിപ്പ് ചെയ്ത്. ഹൈദരാബാദി ബിരിയാണിയോ? No, but I've had Hyderabadi biryani. I've had biryanis and all. It's been spicy only. ഇപ്പൊ മനസ്സിലായല്ലോ സൗത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ചില places would just still invite you. This place invited me like that for its ambience. രസമുണ്ട്. ഒരു തമിഴ്നാട്ടിലെ വീട്ടിലെത്തിയല്ലേ? ഒരു തമിഴ്നാട് വീട്ടിലെത്തിയ പോലെ to come and figure out what is happening here, which I did. And I'm going to tell people. എന്നെ കൂടെ വിളിച്ചിട്ടുണ്ടോ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടേ. ഞാൻ ഇവിടെ ലിറ്റിൽ സോയിൽ എപ്പോഴും വരുന്നതാണ്. So basically the timings are not like the normal timings. ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ വന്നപ്പോൾ ഇവിടെ was not open. I think they're only open from 7 to something. Thank you. What time does it open here?
She's 12 p.m. Oh, like you have a break in between. അതാണ് നീ വന്നപ്പോൾ കാണാത്ത. Yeah. Then it's 7, right? It's the same menu, right? Same menu. I like nice. She doesn't like spicy food. It's kind of spicy for For me, her- but it's okay. It's not like I didn't For like me, it it. doesn't. I'll be slow It's with fine for spicy me. food. Yeah. Your Oh, first it's time. your first time. Really? Are we the first? Are we the first customer after you joined today? At night time. You came in the morning today. Okay. Where are you from? Yeah, sure. Which state are you from? Mizoram. Mizoram. Nice. Yeah, from Kerala. Yeah. You don't want to come in the vlog, no? Are you shy? No problem. Guys, നമ്മളൊരു മിസോറാമിൽ നിന്നുള്ള പുള്ളിക്കാരിയെ പരിചയപ്പെട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മിസോറാമിനെ പറ്റി കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഗൈസ്. ലെറ്റ്സ് സീ. അങ്ങോട്ട് വ്ളോഗ് ചെയ്യാൻ പോകാനുള്ള പ്ലാനാണ്. സോ ദിസ് ഈസ് ദ ചീസ് കേക്ക്. എപ്പോഴത്തെയും പോലെ ഞാനായിരിക്കുമല്ലോ ആദ്യത്തെ. ഫിൽട്ടർ കോഫി ചീസ് കേക്ക്. ട്രൈ. Let me also take a picture. ഇതാണ് ഫിൽട്ടർ കോഫിയുടെ ഫ്ലേവറുള്ള ചീസ് കേക്കും ഐസ്ക്രീമും രണ്ടും എനിക്ക് തോന്നുന്നു കോഫി ഫ്ലേവർ ആണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. അയ്യോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് അടിക്കുമെന്തോ. അപ്പടി 5 star. 5 സ്റ്റാറോ? This is good. ഓ നൈസാണെന്നൊക്കെ പറയും. എനിക്ക് വയ്യ. അപ്പോൾ സെറ്റ് ഗൈസ്. ഞാനും ട്രൈ ചെയ്യാം. അത് ശരി. ഓ ഒരു അടി നല്ല തിക്ക് ബേസ് ആണ് കേട്ടോ. ഫിൽട്ടർ കോഫി ചീസ് കേക്ക്. Why is your face like that? ആ അത് മുകളിൽ നീ ഒരു ജെലാറ്റിൻ മുകളിൽ എന്തോ പായസത്തിന്റെ സാധനം തോന്നുന്നു. ഈ ജെലാറ്റിൻ സ്റ്റൈൽ ചീസ് കേക്ക് എനിക്ക് അങ്ങനെ കഴിക്കാറില്ല. That's എനിക്ക് ബേക്ക്ഡ് ആണ് ഇഷ്ടം. That's like പഴപ്പായസം. That ice cream. ഐസ്ക്രീമോ? പഴം പായസമോ? അവിടെ There's no relation with coffee whatsoever. വെറൈറ്റി ടേസ്റ്റ് അല്ലേ? ഇത് പഴമാണോ ഇത്? ഇതിൽ കോഫിയുടെ ടേസ്റ്റ് കുറവാണ്. Did you notice overall? It's more of ഈ പായസം ഐസ്ക്രീമില് taste. പഴം എന്തോണ്? പഴമോ ചക്ക എന്തോന്നോ? ചക്കയാണ്. ചക്ക. I think it's ചക്ക ഐസ്ക്രീം. മൊത്തത്തിൽ കോഫിയുടെ പരിപാടി കുറവാ. ചക്ക ഐസ്ക്രീം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ അടിപൊളി ടേസ്റ്റ്. നീ ആ ചക്ക ഐസ്ക്രീം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കേട്ടോ. കോഫിയിൽ അതും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ കോൺഫ്ലിക്റ്റഡ് ആവും. It's like this പഴപ്പായസം, ചക്കപ്പായസം. ഇത് കൊള്ളാം കേട്ടോ. ഇത് നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി കോഫി ഫ്ലേവേർഡ് ഫിൽട്ടർ കോഫി ഫ്ലേവേർഡ് ചീസ് കേക്ക്. The flavor of coffee is less. കുറവാ. But it's nice. Whatever that is, that's nice. So coffee cheesecake എന്ന് വിളിക്കുമ്പോൾ I don't think there's a lot of justice done to that. ചക്ക ഐസ്ക്രീം ഇസ് നൈസ്. ഓ Very sweet. പല്ലൊക്കെ ചെടിങ് നൈസ്. കോപ്പിറൈറ്റ് അടിക്കല്ലേ കിടന്ന് അവൻ പാടുന്നുണ്ട്. സ്വപ്നത്തെ പാട്ടാ. ഓക്കെ സംഭവം ഞാൻ കൂടെ പാടി അവർ കോപ്പറേറ്റ് അടിക്കാണ്ടിരിക്കൂലേ? വേണ്ട. അയ്യോ കാണ്ടി വരുവായ വിളയാട ചോദിത്തേവൈ ശരി തലയ്ക്ക് പിടിച്ചിട്ട് ഒരാളുടെ കിളി പറഞ്ഞിരിക്കുന്നു. റെക്കോർഡ് വെക്കാത്തോണ്ട് ഭാഗ്യം. തൊണ്ടേ കടിച്ചു. ആ മറ്റൊരു കോപ്പിറൈറ്റ് അടിക്കുമെന്ന് പേടിച്ചിരുന്നപ്പോ എവിടെ കൂടെ ഞാൻ പാടുക because so that you don't get a copyright. What's wrong with you? നീ കൂന്നേന്നല്ലോ. ഓ ഭയങ്കര സിംഗറാണ് കേട്ടോ ദുബായില്. ദുബായിലെ ടോപ്പ് സിംഗറിനെ നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. അതായത് See, I'm just a normal citizen who will sing, who will dance and not be judged because it's okay to even do this normally, right? It's not necessary that only if you sing beautifully people should appreciate. Sing is sing. Anybody can sing. കഴിഞ്ഞ കേസ് അവളുടെ Side profile, please. അവളെ ടെറ്റ് ടോക്ക് കഴിഞ്ഞ്. Side profile, please. Appreciate small things, Anu. I'm small, my songs are small. You should always appreciate that. ഓ ഇതൊക്കെയോ ഡയലോഗ് കനത്തിൽ അടിക്കുന്നുണ്ട്. സ്മോൾ എന്ന് പറയും. അടിക്കുന്ന ഡയലോഗിന്റെ കനം ബുർജ് ഖലീഫയുടെ അത്രയ്ക്കുണ്ട്. ഓക്കെ ശരി. Let's go being smart. ഓ ശരി. നീ വലിയ പാട്ടുകാരി എന്നെ സമ്മതിച്ച് പാടിക്കോ. അയ്യോ ഇവിടുന്ന് ലിറിക്സ് അറിയില്ല. പെട്ടെന്നായിട്ട് പാട്ട് പറഞ്ഞുകൂടാ. എന്നാ വന്ന് ഡയലോഗ് അടിക്കാന്ന്. നമ്മൾ കഴിച്ചെടുക്കട്ടോ. ബില്ലൊക്കെ അടച്ച് അരിയാട്ടിട്ട് വരാം.
ബൈ. കുറെ വെറ്റിലേര് ഒരു കൂട്ടവും കിടത്തുന്നുണ്ട്. ട്രഡീഷണൽ അല്ലായിരിക്കും. ഇത് കഴിക്കണോ? കഴിക്കാം. വെറ്റിലേൻ പാക്കുക. ഈ മനസ്സിലായി, പഴയ ആൾക്കാർ കഴിക്കുന്നതല്ല. സുപ്പാരി പോലെ നമുക്ക് ഡൈജഷൻ അല്ലായിരിക്കും വെറ്റില. ആണോ? അതെ, നീ വെറ്റിലേൻ പാക്ക് കഴിക്കാറുണ്ടോ? നീ കഴിച്ചിട്ടുണ്ടോ? മധുരമായിരിക്കും. സുപ്പാരി ഒരു മധുരമായിരിക്കും. സുപ്പാരി ഞാൻ ആകെ കേട്ടിട്ടുള്ള സുപ്പാരി മറ്റേ ബോംബെയിലെ മറ്റേ കൊട്ടേഷന്റെ പേരാണ് സുപ്പാരി. You've got to take this. ആ, നീ കഴിക്കണേ. എക്സ്പെരിമെന്റ് ആളെ കിട്ടി. എന്നിട്ട് ഇതിലിടല്ലേ? എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ കഴിച്ചത്. എന്നിട്ട് അങ്ങനെ ഒരു മണമൊക്കെയാണ്. ഇങ്ങനെയോ? ആ, ഇങ്ങനെ 4 ഒരു സ്ക്വയർ ആയിട്ട് മടക്കിയിട്ട് കഴിക്കാം. ഇങ്ങനെ ഈ സുപ്പാരി മടക്കുന്ന നിമിഷം. ഇങ്ങനെ. ആ, സെറ്റ്. ഇനി ഞങ്ങളുടെ അടുത്ത് കഴിച്ചിറക്കാം. വിഴുങ്ങിയാൽ മതി. ഒരു മധുരം ഉണ്ടാവും, പിന്നെ പുളിപ്പും ഉണ്ടാവും, എരി ഉണ്ടാവും. എല്ലാവരുടെ ഒരു എരിവുണ്ടാവും. എല്ലാവരുടെ എരിവുണ്ടാവും. ബെറ്റൽ ലീഫ് ഗ്രാമ്പു ഉണ്ടാവും. ഗ്രാമ്പൂൻ്റെ ഒരു ഫ്ലേവർ. ഇല്ല, ഞാൻ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ്ട് അതാ ചോദിച്ചത്. ബെറ്റൽ ലീഫ് അങ്ങനെ എന്തല്ലോ പറഞ്ഞു. ബെറ്റലേർ അവളെ അനക്കം പോലും ഇല്ല. അതിൻ്റെ അത് ഒരു അടയ്ക്കും ഒരു കോയിനും ഉണ്ടെങ്കിൽ അനുഗ്രഹം മേടിക്കുകയാണ്. അനുഗ്രഹം തരുമെന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗർ അടയ്ക്ക. അയ്യോ, വെറ്റലേം ഭാഗം കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. തുപ്പാനാണോ ഇറക്കാനോ? മുറുക്കാനാണ് തുപ്പുന്നത്. ഇപ്പൊ തുപ്പിയതാ. ദൈവമേ, മുറുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇത് വായൊക്കെ ചുമന്ന് വരുമോ? മണം മാത്രമേ ഉള്ളൂ. ചുണ്ണാമ്പുണ്ടോ? ഇല്ല. ആ, ഓക്കെ ഓക്കെ, സെറ്റ്. എടി, അപ്പൊ കുഴപ്പമില്ല, ഇറങ്ങിക്കോ, നിനക്കൊന്നും പറ്റൂല. ചുണ്ണാമ്പൊക്കെ സലൂന് കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേ വീട്ടിലിരുന്നിട്ട് സുപ്പാരി കറക്റ്റ് കൊട്ടേഷൻ ചെയ്യും. ഞാൻ വിചാരിച്ചവള് ഇപ്പൊ തുപ്പൊന്നും ഇവിടെ. അതൊക്കെ നോക്കിയത് തുപ്പാനുള്ള കോളാമ്പി കാണുന്നില്ലല്ലോ. അയ്യോ, കൊള്ളാം. അങ്ങനെ സുപ്പാരി എക്സ്പീരിയൻസ് ചെയ്യും. ഞാനിത് ഇന്നലെ കഴിച്ചിട്ടില്ല. കഴിക്കണോ വേണ്ടെന്ന് ആലോചിക്കണം. എക്സ്പീരിയൻസ് ചെയ്യണോ? But I'm getting some photo shoot ideas with this. സുപ്പാരിയില് With this, and then I actually murukal and I do this. അയ്യേ, ആര് ഫോട്ടോ എടുക്കുന്നത്? ഞാൻ എടുക്കുന്നില്ല. റിവ്യൂ കൂടെ തരാമോ? ആ, അതൊക്കെ ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ ഇപ്പൊ സുപ്പാരി കഴിക്കണോ വേണ്ടെന്ന് ആലോചിക്കാം. ചെറിയൊരു പീസിലെ ടേസ്റ്റ് ചെയ്തോ? ഓ, ശരിയാണ്, അത് ഞാൻ ഓർത്തില്ല. ഇതാണ് സാധനം. ആ, ഇലയുടെ ടേസ്റ്റ് എനിക്കറിയാം. സുപ്പാരി ഒന്ന് കഴിച്ചോടാ. ഓ, ഇതാ പൊന്നോ, ഭയങ്കര ഫ്രാഗ്രൻസ്. Put it in the leaf and eat. ലീഫ് എരിയല്ലേ? എന്ത് ലീഫ് എന്തല്ലേ? എരിയല്ലേ? എന്ത് നിന്റെ മുന്നേ എരിവ് വാരി തിന്നിട്ട് ഈ ലീഫ് എരിയല്ലേന്ന്? ഏറ്റവും ചെറിയ ഇല നോക്കിയേ. അല്ല പിന്നെ എടി, ഒരെണ്ണം ഉണ്ടാക്കിയാ നോക്കട്ടെ. സുപ്പാരി Come on, be brave. You're just scared to eat a leaf, no? അല്ലടി, അല്ലെ അത്രയും വലിയ പരിഷ്കാരിയല്ലേ? അല്ലെ തിന്നൊന്നുമില്ല. ഞാൻ ഏറ്റവും ചെറിയ ഇല എടുത്തോ. ആ, അതിന്റെ പാതി. ദുബായിന്ന് വന്ന ഞാനിത് പുഷ്പം പോലെ തിന്നു. നീ അവിടെ സുപ്പാരി തിന്നുന്നുണ്ടോ? You are the NRI. അവിടെ മുറുക്കാനൊക്കെ കറക്റ്റ് ആയിട്ട് തിന്നാൻ അറിയാം ഗൈസ്. ദുബായിൽ സെറ്റപ്പ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കി തരാം. ഗൈസ്, എന്റെ സുപ്പാരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം കേട്ടോ, അതിന് മധുരമൊക്കെ ഉണ്ട്. എന്റെ ദൈവമേ, എന്ത് 1 കിലോ സുപ്പാരി എടുത്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊല്ലാൻ നോക്കണം. No, it'll be less. നമ്മൾ കഴിച്ചിട്ടുണ്ടൊക്കെ അറിയാം കേട്ടോ എന്താണെന്ന് ചെയ്യാറ്. ഗൈസ്, ഓ മൈ ഗോഡ്, ഇലയൊക്കെ മടക്കി. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു കഴിക്കാത്തൊരു സാധനമാണ്. അങ്ങനെ അങ്ങോട്ട് വായിക്കറ്റും മൊത്തത്തില്. ഈശ്വര, പൊന്നോ. സംസാരിക്കൂ. വ്ളോഗർ അങ്ങ് മിണ്ടാണ്ടായി പോയ ഏതോ വായില്ല കുന്നിലപ്പൻ. വായില്ല കുന്നിലപ്പനെ കാണൂ ഗൈസ്. എന്ത് ഡാഡി? ഡാഡിയുടെ വായ അടഞ്ഞു പോയി ഗൈസ്. ഇത് വായടയ്ക്കാൻ പറ്റിയ സാധനമാണ് ഗൈസ്. ഒരു വാക്ക് പറഞ്ഞ ഈ ഇല എത്ര കൂറ ടേസ്റ്റാണ്. മുറുക്കാൻ കഴിച്ചിട്ടില്ല. പ്രായമായിട്ടില്ല. പ്രായമായിട്ടില്ലെന്നോ? മുറുക്കാനും പ്രായമൊന്നുമില്ല. അത് വീട്ടാപ്പാൻ. ഓ, ഒടുക്കത കയ്പ്. എവിടെ മധുരം? അത് മാത്രമായിട്ട് കുറച്ച് സാധനങ്ങൾ ചേർന്ന മധുരമുണ്ട്. ശർക്കര പൊടി അത് കഴിച്ചാൽ എൻ്റെ പൊന്നോ ഗൈസ്, ചീസ് കേക്ക് കഴിച്ചതിൻ്റെ ടേസ്റ്റ് പോയി. ഡൈജസ്റ്റിന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതില്ലെന്ന് തോന്നി അവർക്ക് കണ്ടിട്ട്. ഇരിക്കുന്ന എങ്ങനെയാണ് വില്ലത്തി. നീ എങ്ങനെയാ തിന്നു?
because I wanted you to eat, but I didn't want to show even one sign of. സത്യം കേട്ടാ, ഞാൻ ഇവളെ മുഖഭാവം കണ്ടിട്ട് The moment you ഒരു started കുഴപ്പമില്ല. eating is when I spat it out. ഇത് ഉപ്പിയാണല്ലേ. കുറച്ച്. ഓ അരിപ്പഴിപ്പുണ്ട ഇലയുടെ ബാക്കി ചവച്ചിട്ട് അരിയുന്നില്ല. You can gargle and then swallow. ആ നിക്കുന്നു. പിന്നെ ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളിയിട്ട് ആ ഇല വൃത്തികെട്ട ടേസ്റ്റ് കേട്ടോ. ഓ എനിക്ക് അതിൻ്റെ അത് എന്തൊക്കെയോ മധുരമുള്ള ഈ നാടൻ സാധനങ്ങളൊന്നും ആൾക്ക് പറ്റില്ല. You know, authentic stuff. വെറ്റിലേക്ക് നാടൻ ആൾക്കാർ കഴിച്ചോണ്ടിരിക്കുകയാണ്. You should get close to your hometown. മണ്ണിനോട് അലിഞ്ഞു ചേരുക എന്നൊക്കെ പറയില്ലേ, മണ്ണിന്റെ ടേസ്റ്റ്. ഇതിൽ ചുണ്ണാമ്പ് ഉണ്ടായിരുന്നു എന്തൊക്കെയോ വായില്. ആ അത് തന്നെ ഗ്രാമ്പൂന്റെ ഒക്കെ ഇങ്ങനെ. ചുണ്ണാമ്പുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, യു ട്രൈഡ് യുവർ ഫസ്റ്റ് ടൊബാക്കോ. ഓ ഇതില് ടൊബാക്കോ ഒന്നും ഇല്ലല്ലോ. ആ സാധനം ഗീലൊക്കെ റോസ്റ്റ് ചെയ്താണ്. ഓ ഇത് ഇറങ്ങുന്നില്ലല്ലോടാ. ഇതൊന്ന് ഇളക്കിക്കോട്ടെ, ഈ സാധനം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ലെറ്റ് മീ ഫിഗർ ഔട്ട് ഹൗ ടു വിഴുങ്ങൽ. ബൈ. താങ്ക് യു സോ മച്ച്. അതെ ഷുവർ. ഇതേ വരുന്നില്ലേ? I took a picture of this. രസമുണ്ട് കേട്ടോ. ചുമല്ല This one looks like മൊത്തം നിമിഷയുടെ foodaddy. I'm still trying to process കട്ടൊക്കെ ഉണ്ട്. your അതിന്റെ പെൺവർഷൻ എല്ലാത്തുണ്ട്. vlogging name. Foodaddy. ഫുഡ് ഡാഡി അല്ലേ, ഫുഡ് ഡാഡി എന്നാണ് ആൾക്കാർ വിളിക്കുന്നത്. ആ ഫുഡ് ഡാഡി മാറി ഫുഡ് ഡാഡി ആയി. So you should come back to foodaddy. What is this food daddy? ആൾക്കാർ എന്നെ വെറുതെ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന് എനിക്കറിയാമല്ലോ. So you want that to be your permanent name? ഇല്ല, കോൾ മീ ഫ്ലാഷ് എന്നൊരു പേരുണ്ടല്ലോ, അതാരും വിളിക്കൂല. അതും നല്ല പേരാട്ടോ, call me flash. അല്ലേ ഫ്ലാഷ് എന്താ കുഴപ്പം? എല്ലാ പേരിലും there is a meaning. There is a double meaning, you've realized? അത് നിന്നെ പോലെ ഉള്ളവർ ചിന്തിച്ചു കൂട്ടുന്നത്. അല്ല ഇങ്ങനെ 1, 2, 3 പേജസ് ആഡ് ചെയ്യുമ്പോൾ I wonder how you're putting that double meaning names. ഞാൻ ഇടുന്നതല്ല, അതൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നതാണ്. Right. ഓക്കെ നമുക്കൊരു മീറ്റിംഗാ. അപ്പോൾ ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ എത്തിക്കണമല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുകയാണ്. ഫ്രണ്ട് ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ വീടിൻ്റെ വഴിയൊന്നും കാണിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ് ഗൈസ്. ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. I think I'm the biggest chief guest that has come in your vlog, and you're grateful biggest for... chief guest ഇതൊന്നും ഉദ്ഘാടന പരിപാടിയാണ് വ്ളോഗ് എന്ന് പറയുന്നത്. And I know you're grateful for that. അയ്യോ Gratitude. Oh my Thank you God. so much for accommodating me into this cool daddy vlog. കൂൾ ഡാഡി ആക്കി. ഫുഡ് ഡാഡി, കൂൾ ഡാഡി എന്തൊക്കെയോ ആയി ഗൈസ്. Food daddy vlog, and guys, he's tried Murkan today. ഓ എന്റെ അമ്മ ഒന്നും പറയണ, അതിന്റെ അതൊന്നും ആ ടേസ്റ്റ് മാറുന്നില്ല. ചീസ് കേക്ക് കഴിച്ച ടേസ്റ്റ് പോലും നഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ഞങ്ങളെ കൊണ്ട് ഞാൻ വിടുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു. ടാറ്റാ. അങ്ങനെ താങ്ക്സ് ഫോർ കമ്മിങ് ഇൻ ടു മൈ വ്ളോഗ്. നീ അടുത്ത ജന്മത്തിൽ കാണാം. എവളിങ്ങനെയാണ് ഗൈസ്, സിനിമയും പ്രൊഡക്ഷനൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എപ്പോഴാണ് ഇനി കിട്ടണേന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല ഗൈസ്. എന്തായാലും താങ്ക് യു ഫോർ ദ ട്രീറ്റ് എന്ന് പറ. Thank you for that. Okay, എന്റെ ചെലവായിരുന്നു. he treated me to both the places. Thank you so much. പലപ്പോഴും കാണുകയും വേണം, ട്രീറ്റും ചെയ്യണം. ഇതിലും ഭേദം എന്നെ കൊല്ലായിരുന്നു. ഇതാണ് നമ്മുടെ വ്ളോഗിന്റെ ലക്ഷ്യം. Oh my God, ഞാനൊരു ചായക്കടയും പരിപ്പുടയിൽ ഒതുങ്ങാൻ പോയത്. ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലും പോവില്ല. അതിപ്പോ ചായക്കടയും പരിപ്പുടയായാലും ഞാൻ ഇത് പറഞ്ഞു. I want to go to posh places. ചായക്കടയും പരിപ്പൂടെ ആയാലും ഞാൻ ഇത് പറയും. പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓഫ് കോഴ്സ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ട് കുറെ നാളായിട്ട് കളഞ്ഞു പോയ ഫ്രണ്ടിനെ നമ്മൾ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്ന വ്ളോഗായിരുന്നു. ഞാൻ ട്രീറ്റ് ചെയ്തൊന്നും ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചില്ല ഗൈസ്. അല്ലെങ്കിൽ എവിടെ വന്നിട്ടുണ്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ആ കൂടെ മറ്റേ ആണ്ടിലും ആവണിക്കുമാണ് വരുന്നത് നാട്ടിലോട്ട്. പിന്നെ ഞാൻ ദുബായി പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എവളെ ട്രീറ്റ് മൊത്തം ഞാൻ അവിടെ എടുക്കും ഗൈസ്. ഇവിടെ എവള് രക്ഷപ്പെട്ട് നടക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ദുബായിൽ ചെല്ലുന്നു, നീ വരുമ്പോ കാണണ്ടോ ഞാൻ ഒട്ടകത്തെ നോക്കും. അപ്പൊ അവിടെ രക്ഷയില്ല. അപ്പം എനിക്കാണ് നഷ്ടം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തെങ്കിലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ. അസ്സലാമു അലൈക്കും. ഇതിനൊരു കുറവില്ല. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ.